ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പാചകക്കലയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പാസ്തയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട പാസ്ത എന്ന് പറയുന്നത് അത് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ നമുക്ക്. അതിനാദ്യം തന്നെ നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ അത്രയും വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നതിനേക്കാളും മുന്നേ ഒന്ന് നന്നായിട്ട് വെള്ളം ചൂടായി തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ ഉള്ളിയും തക്കാളി ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം തന്നെ മൂടി വെക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം കുക്കർ അടച്ച് വെക്കുക. അങ്ങനെ കുക്കറിൻ്റെ വിസിൽ നോക്കി നിൽക്കാതെ അപ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കിയാലോ. നമുക്കതിനാവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കുക്കർ ഒരു 2 വിസിലൊക്കെ വന്നാൽ മതിയാവും കേട്ടോ. കാരണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് കഴിക്കാനും രസം ഉണ്ടാവില്ല. അങ്ങനെ അതവിടെ വേകുമ്പോൾ തന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയാലോ. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേക്ക് ഇതേ നമ്മുടെ ഉള്ളി ഇവിടെ വാടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുക്കർ വിസിൽ വന്നിട്ട് ഞാനത് അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഇതേ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയും പെരുജീരകപ്പൊടിയും പിന്നെ അതുപോലെ ഗരം മസാലപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്കൊരു വൈറ്റ് കളറാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പൈസി ആവും. മക്കൾക്ക് കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് കുരുമുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും പിന്നെ അതുപോലെയുള്ള ചപ്പ് പുതിന അങ്ങനെയുള്ളതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ പോയോന്നൊന്ന് നോക്കാം കേട്ടോ. അതേ വിസിലൊക്കെ പോയിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാസ്ത. 2 വിസിൽ കറക്റ്റാണ് കേട്ടോ. അതേ ഇതുപോലെ വേറിട്ട് നിൽക്കണം. ഇതിലേറെ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ഉടയും. അപ്പോൾ ഒട്ടും കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും തന്നെ ഭയങ്കര ദഹിക്കാറ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മാത്രം പോരണം. പിന്നെ എവിടുന്നോ ഒരു ചപ്പും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇളച്ചി. അപ്പോൾ അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിതൊന്ന് ഇതാക്കുന്നത്. അത് എല്ലായിടത്തും അതിൻ്റെ ആ ഒരു പാകം ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ആൾറെഡി വേവിക്കുമ്പോൾ പാസ്തയിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഉള്ളി വാട്ടിയപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ നമ്മുടെ മയോണൈസിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ഗ്രീൻ ചില്ലി സോസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത ചില്ലി സോസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ 2 മിക്സ് ആയിട്ട് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മയോണൈസ് ഇട്ടുകൊണ്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മയോണൈസ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മയോണൈസും ടൊമാറ്റോ സോസും ആയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പോൾ അത് നമ്മൾ മക്രോണി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അവർ സ്കൂളിൽ വന്നിട്ട് ക്ഷീണിച്ച് കുറേ നേരമായിട്ടോ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന പാസ്ത എന്നും പറഞ്ഞിട്ട്. അവർക്ക് നമ്മൾ ഈ പുറത്ത് പോകുന്ന ഇത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചക്കറികളൊന്നും ഇടാതെ തന്നെ ഈ പാസ്ത വേവിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ സോസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാചകം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങളുടെ മക്കൾക്കും ഇഷ്ടമാവുന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.